ഹലോ, ഞാൻ വിഷ്ണു. പുതിയതായിട്ട് നമ്മളൊരു ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടാകും. കുക്കിംഗ് ആണ്, ട്രാവലിംഗ് ആണ്, പിന്നെ അതുപോലെ പലതരം ജോലികൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ആണ്. ഇന്നൊരു സൺഡേ ഒക്കെയാണ്. അപ്പം വൈഫില്ല, പിള്ളേരില്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള സാഹചര്യത്തിലാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് പറയുക, ഇങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ ഒരു തുടക്കമല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു ചടപ്പായിരിക്കും, മൊത്തത്തിൽ ഒരു ചമ്മലായിരിക്കും. അപ്പം മറ്റുള്ളവർ, അത് വൈഫായപ്പോഴും കൂടെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടാകും. പക്ഷേ ആരുമില്ല, അതൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റ്. അതാണ് നമ്മുടെ പരിപാടി. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ബീഫ് മേടിച്ചോണ്ട് വന്നു, രാവിലെ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് സംഭവം മുട്ടൻ പീസായില്ല. അവർ പീസാക്കി തന്നേ രാവിലെ അല്ലേ, സംഭവം ഇപ്പോൾ ഉച്ചയ്ക്കായി. സമയം 11:30 കഴിഞ്ഞു. ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പം മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനത് പീസാക്കി മുറിച്ചുകൊണ്ടിരിക്കുക. വലിയ വലിയ പീസുകൾ, മുട്ടൻ പീസുകൾ. അത്ര വലിയ പീസൊന്നും വേണ്ട. അപ്പോൾ അത് പിന്നെ ഒരു അമ്മറ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പീസ്. അപ്പോൾ അത് 4 കഷ്ണം ആക്കാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കാണാം. ഇതുണ്ടോ, വലിയ പീസ, എല്ലാം വലിയ പീസ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചെറുങ്ങനെ അരിയണം. ഇങ്ങനെ അരിഞ്ഞിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുവാണ്. കുറേ സമയമൊക്കെ എടുത്തിട്ട് ഞാൻ ബീഫെല്ലാം ഫുള്ള് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി ഇനിയിപ്പോൾ അടുപ്പിലോട്ട് കയറ്റുന്ന പരിപാടിയാണ്. വാ ഒന്ന് കണ്ടു നോക്കും. ഞാൻ വലിയ മരുത്തുക്കൂട്ടൊന്നുമില്ല, എങ്കിൽ പോലും നമുക്ക് പറയാമല്ലോ. ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ ഇച്ചിരി ഗരം മസാല ഇടുന്നുണ്ട്, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ശകലം ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇവനെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇളകട്ടെ അങ്ങോട്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതണ്ടേ അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് തീ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ വലിയ കണക്കൊന്നുമില്ല. എന്താ പറയുക, ഇതിപ്പോൾ ഈ കുക്കറിനിപ്പം സാധാരണ കുക്കറിനൊക്കെ ഒരു 4 വിസിലൊക്കെ അടിച്ചാൽ മതി ബീഫ് വേവാനായിട്ട്. പക്ഷേ നമ്മുടെ നല്ല ഇടിവെട്ട് കുക്കറായതുകൊണ്ട് ഒരു 6 വിസിലടിച്ചാലേ വേവത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 6 വിസിൽ വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഹായ്. അപ്പം ബീഫെല്ലാം കുക്കറിൽ വെച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി മസാലയും കൂടെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമുക്ക് ചട്ടി ചൂടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വലിയ പ്രൊഫഷണൽ കുക്കറൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ രീതിക്കാണ് വെക്കുന്നത്. ആരും അയ്യേ എന്നൊന്ന് കളിയാക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഈ എണ്ണ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് നോക്കുന്നതാണ്.
അല്ലാതെ നമ്മളിത് അറിയാമായിട്ടോ ഒന്നുമല്ല, ചുമ്മാ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി, എന്നാൽ പിന്നെ ഒരു ബീഫ് കറി അങ്ങ് വെച്ചേക്കാം. ഏത് അപ്പം എണ്ണ കുടുകൂടാ തിളക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു 3-4 കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, എന്നാലും നമ്മൾ അറിയത്തില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. കട്ടക്കട്ട അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ ഏത് കറിക്കും കടുക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രുചി മാറും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ കടുക് ഇട്ട് കൊടുത്തത്. എനിക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് കടുക് ഇടുമോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിക്കുക, നമ്മുടെ ചെറുക്കനല്ലേ. ഇഞ്ചി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിന് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവന്മാർ രണ്ടുപേരും കൂടെ കിടന്ന് അങ്ങോട്ട് ചെറുങ്ങനെ ഒന്ന് കളറ് മാറണം. അതൊക്കെ നമ്മുടെ ഒരു കണക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വലിയ പ്രൊഫഷണൽ അല്ല, നമുക്ക് വെച്ച് പഠിക്കുക ഇതെല്ലാം. അതിനുശേഷം കളർ മാറി തുടങ്ങി. എന്നിട്ട് കുറച്ച് സവാളയും ശക്കലം പച്ചമുളക് മറ്റേ ഉണ്ടമുളക് കേട്ടോ, മറ്റേ നീളമുളക് കിട്ടിയില്ല, അപ്പം മറ്റേ നമ്മുടെ ഉണ്ടമുളക് കിട്ടി. ഒരു 3 എണ്ണം കിട്ടുള്ളൂ. സവാള ഒരു 3 എണ്ണം. ഇതിനെ അങ്ങോട്ട് ഇടുന്നു. ഇതെല്ലാം കൂടെ അങ്ങനെ മിക്സാകട്ടെ. നമ്മൾ മുമ്പേ മറ്റേ കുക്കറി വെച്ച് ബീഫിൻ്റെ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും സവാള വഴരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശകല ഉപ്പും കൂടെ ഇതിൻ്റെ അകത്ത് ഇടുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അകത്ത് ഓൾറെഡി ബീഫ് വേവാനുള്ള അല്ലെങ്കിൽ ബീഫിന് പിടിക്കാനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നമ്മളിത് കുറച്ചിട്ടാൽ മതിയാകും. അതിൻ്റെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അളവൊന്നും അറിയത്തില്ല, നമ്മുടെ രീതിയാണല്ലോ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. അപ്പോൾ ഇത് തുടർച്ചയായ കുറേ നേരത്തെ സമയത്തിന് ശേഷം ഇത് വഴഞ്ഞു കിട്ടത്തുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യോടാ, അങ്ങനെ 2 തേങ്ങ കൊത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം നൈസായാണ്. ഞാൻ മറന്നു പോയതാ. നമ്മുടെ സംഭവം റെഡിയാണ്, തേങ്ങക്കൊത്തുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം, തൊട്ടടുത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറുങ്ങനെ തീയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് നമുക്ക് തേങ്ങക്കൊത്തൊന്ന് മൂപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് ചേർക്കാം. എണ്ണ കൊഴിച്ച് കൊടുത്തു. സംഭവം ഇത് മൂത്തോട്ടെ. തേങ്ങക്കൊത്ത് ഉണ്ടെങ്കിലേ ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങക്കൊത്ത് കഴിക്കുന്ന നല്ല രസമാണ്. അവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് അതിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല അതായത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു, ആദ്യം എണ്ണ മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഇഞ്ചിയും കടുകും ഉപ്പും ഒക്കെ ഇടുന്നതിന് മുന്നായിട്ട് ഈ തേങ്ങക്കൊത്ത് ഇടണമായിരുന്നു. അപ്പോൾ മറന്നു. ഇതൊന്ന് മൂക്കട്ടെ. അന്തസ് നല്ല ഇടുക്കനായിട്ട് മൂത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ആ എണ്ണ ഇടയ്ക്ക് ഒഴിക്കണ്ട. എണ്ണ ഇടയ്ക്ക് ഒഴിച്ചേക്കാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ആ എണ്ണ വേസ്റ്റായി പോകും. ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സായി. അതൊന്ന് മിക്സാകട്ടെ. ജയിച്ച്. അപ്പം നമ്മുടെ സവാളയൊക്കെ ഏറെക്കുറെ നല്ല
നന്നായിട്ട് അങ്ങ് വരണ്ട് നല്ല മറ്റേ എന്താണ് ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മസാല ചേർക്കാം. പക്ഷേ എണ്ണ കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. കാശ്മീരി മുളക് പൊടി അളവൊന്നും അറിയത്തില്ല, നമ്മുടെ ഒരു കണക്കങ്ങ് ഇടുക. പിന്നെ ഇച്ചിരി നമ്മുടെ എന്താണ് പറയുക മീറ്റ് മസാല, ഇച്ചിരി നമ്മുടെ മല്ലിപ്പൊടി മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ നന്നായിട്ട് ബീഫ് വേഗം വെച്ചതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം തൽക്കാലം ഇതിൻ്റെ അകത്ത് ഇത് മതിയാകും. എന്നൊക്കെ നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് കേട്ടോ. ചട്ടി കിടന്ന് അടുപ്പേ കിടന്ന് ഓടിക്കളിക്കുക. മറ്റേ സാധനം പിടിക്കണേ. ഇച്ചിരി തീ കുറച്ചേക്കാം. ഇതൊന്ന് വഴരട്ടെ. അതെ, നമുക്ക് ചെറിയൊരു പണി കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ചതിച്ച് സാധനം നമ്മളെ വിസിൽ കറക്റ്റ് വന്നില്ല. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ വാഷറിൻ്റെ ഇടയിൽ കൂടെ എല്ലാം എയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കറക്റ്റായിട്ട് ബീഫ് വെന്ത് കിട്ടിയില്ല. ബത്തൽ മാർഗം ഞാൻ സ്വീകരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചെറിയൊരു കുക്കറുണ്ടായി, അതിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ട് സംഭവം ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, രണ്ടും കൂടെ ഇതാക്കിയിട്ട് മറ്റേ ബാക്ക് ക്യാമറ എടുക്കാം. രണ്ടും കൂടെ വെന്തിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പം മിക്സ് ചെയ്യുന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അരുതി കാണുക. അപ്പോൾ ഇതേ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് ആദ്യം തീ ഒന്ന് കൊടുക്കാം. ഞാൻ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കുക്കർ നമ്മളെ ചതിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് വേറെ കുക്കറിനകത്തൊക്കെ ആക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇച്ചിരി താമസിക്കേണ്ടി വന്നു. സംഭവം ഇപ്പോൾ കുഴപ്പമില്ല, സംഭവം എല്ലാം സെറ്റാണ്. ഇതിൻ്റെ അകത്തോട്ട് നൈസായിട്ട് മറിക്കാം. സംഭവം സെറ്റാണ്. ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു മണം വരുന്നുണ്ട്. വല്ലാത്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ബീഫ് കറിയുടെ ഒരു പ്രാന്തുണ്ടല്ലോ, നമുക്കൊരു ബീഫ് കറിയുടെ ഒരു മണം അടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ആ ഒരു സാധനം കിട്ടുന്നത്. ഒരു രക്ഷയില്ല. അപ്പം അതെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. സാധനം ബീഫ് ഫ്രൈ അല്ല, ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് വന്നു. എല്ലാം കൂടെ നടക്കില്ല. മൊബൈലും പിടിക്കണം, ഈ സാധനത്തിനും കൂടി പിടിക്കണമെന്നേ, എന്നാലും ഈ ചട്ടി അനങ്ങാതിരിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ഒന്ന് ഞാനൊന്ന് റെഡിയാക്കട്ടെ. അപ്പം നല്ല ബീഫ് റോസ്റ്റൊക്കെ നല്ല കിണ്ണം കിടുക്കാച്ചിയായിട്ട് സെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. ഒരു പീസ് എടുക്കുക. ഒരു രക്ഷയില്ല, മാരക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ചോറ് കഴിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. നല്ല ഇടുക്കി സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുത്തരി ചോറ് എടുത്തേ. അത് പറയാൻ വിട്ടുപോയി, ഞാൻ ഇടുക്കിക്കാരനാണ്. അപ്പം നമ്മൾ ഓൾറെഡി എന്ത് വെച്ചാലും ഇടുക്കി സ്റ്റൈലായിരിക്കും കൂടുതലായിട്ട് നമുക്ക്. നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ സാധനം ബീഫ് റോസ്റ്റ് നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. സംഭവം ചെറുതായിട്ട് പാളിപ്പോയി, ചെറിയ സ്പൂണായിപ്പോൾ എടുത്തത്. വലിയ തവി എടുക്കേണ്ടതായിരുന്നു. സാരമില്ല, 2-3 ട്രിപ്പ് എടുത്താൽ മതിയല്ലോ, പരിപാടി കഴിഞ്ഞില്ലേ. ബീഫ് റോസ്റ്റ് എടുത്തു. പിന്നെ പോരാത്തതിന് നമ്മുടെ വൈഫ് രാവിലെ പോയപ്പോഴത്തേക്കിന് എന്തൊക്കെയോ കറി വെച്ചിട്ടാണ് പോയത്. എന്നാൽ നോക്കട്ടെ. വാവ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് മറ്റേ വൻപയർ വെച്ചിട്ടുണ്ട് അവൾ. അതെല്ലാം നമുക്ക് കുറച്ചെടുക്കാം.
ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അവൾ വെക്കുന്ന ഫുഡുകളെല്ലാം ഭയങ്കര ടേസ്റ്റ്. അവളെ കൊണ്ട് നമുക്ക് ഒരു അടുത്ത കുക്കിംഗ് ചെയ്യിപ്പിക്കാം. ഇന്നലത്തെ വേറെ രണ്ട് സാധനമാണ്. പക്ഷെ വേറെന്തോ ഒരു കൂട്ടം കറിയും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അടപ്പ് കണ്ടില്ലല്ലോ. വേറെ ഇവിടെ ഇരിക്കുന്നത്. വാവ്, ഇതും നമ്മുടെ ഫേവറേറ്റ് കേട്ടോ. ബീട്രൂട്ട് തോരൻ ഭയങ്കര ടേസ്റ്റാണ്. അവൾ വെക്കുന്നത് എല്ലാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അവളെ ഞാൻ പരിചയപ്പെടുത്താം. ഇനി ബാക്കിയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഒഴിക്കാനും പിടിക്കാനും ഇതൊന്നുമില്ല, ചാറ് കറിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഫാമിലിയും കൂടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു. അപ്പം ബൈ.